നെക്സ്റ്റ് നമുക്ക് കുറേ സമയമായിട്ട് നമ്മുടെ മക്കളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നൊരു പാട്ടാണ് പാടാൻ പോകുന്നത്. ഏത് പാട്ടാണെന്നറിയാം? കൂടെ പാടില്ല എല്ലാവരും. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ആൽബം, ന്യൂ സോങ് എന്ന് തന്നെ പറയാം. 15 വർഷം മുൻപേ ഇറങ്ങിയതാണ്, ഇപ്പോൾ ട്രെൻഡിങ്. കൊഞ്ചല്ലേ കൊഞ്ചല്ലേ പെണ്ണെ, നീ തുള്ളിക്കളിക്കല്ലേ പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ലോ പെണ്ണെ, ഇടിലയിലേ. ഒന്ന് കൈയിടിച്ചെല്ലാരും കേൾക്കട്ടെ. അയ്യവാ. അപ്പൊ ഈ പാട്ടിന് സപ്പോർട്ടിന് ആരാ വരുക? മക്കള് ആരാ വേദിയിലേക്ക് വരുന്ന ആരാ? നോക്കട്ടെ, ധൈര്യമുള്ള ആരൊക്കെ നോക്കട്ടെ. ഇത്രയും മനോഹരമായിട്ടുള്ള ഓഡിറ്റോറിയം ഈ നാടിന് വേണ്ടി, കാസർഗോഡിന്റെ സദ്യഭാഗം ചെർക്കള എന്ന് പറയുന്ന നല്ല നാട്ടിന് വേണ്ടി സമർപ്പിച്ച ധന്യ നിമിഷമാണ്. അപ്പൊ ആരാ വരുന്നത്? ഒരാള് വാ വാ. എന്തിനാ നീ വന്ന് പാട്? എന്ത് ഒരു കൈയ്യടി കൊടുത്ത് ആരാ വരിക? ഒരാള് വന്ന്. മക്കൾ ആരാ വരിക? ഫസ്റ്റ് ധൈര്യം നോക്കട്ടെ. ഇങ്ങനെയാണ് വളരെ ടാലന്റ് ആയിട്ട് നമ്മൾ പൊതുവേദിയിലും നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുന്ന് കാണുന്ന TV റിയാലിറ്റി ഷോയിലൊക്കെ നിറഞ്ഞ് കാണാൻ സാധിക്കുന്നത്. സോ ആരാ വരുന്നത്? ആരുമില്ല കൂടെ. ഈ പാട്ട് പാടേണ്ട അവിടെ നിന്നാ മതി. വരുവാ, വാ മോള് വാ വാ വന്നേ. ഒരാള് വാ. തുടങ്ങണേ പാട്ട്. വാ. ഒരു നല്ല കൈയ്യടി കൊടുക്കും എല്ലാവരും ചേർന്ന്. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തേ പ്ലീസ്. എന്താണ് ശബ്ദം കേൾക്കാത്ത? ഒരുമിച്ച് റെഡി? ഓക്കെ. അപ്പോ മോളെ പേര് പറ. ഇസ്ന. ഓക്കെ, നൈസ് നെയിം. നല്ലൊരു ഗൈഡ് കൊടുക്കൂ. ഓക്കെ, നമ്മുടെ ശബ്ദം മാറ്റി നമ്മുടെ പ്ലാറ്റ്ഫോം നേരത്തെ പറഞ്ഞ മിമിക്രിയാണ്. ഒരു വിഷയം. ഈ മകളെ വേദിയിലേക്ക് വിളിക്കുന്നത് ഫ്ലവേഴ്സ് TVയുടെ അമരക്കാരൻ SKN എന്ന ഷോർട്ട് നെയിമിൽ അറിയപ്പെടുന്ന വാർത്താ വിനിമയ രംഗത്ത് വ്യത്യസ്തമാർന്ന നമ്മൾ തമ്മിലൊക്കെ പ്രോഗ്രാം അവതരിപ്പിച്ച ഒരു താരത്തിന്റെ പേര് പറയോ? ഫ്ലവേഴ്സ് TVയുടെ ഇപ്പോൾ നമ്മൾ കാണുന്ന വ്ളോഗേഴ്സൊക്കെ അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ്. ആരാ പറ? റൈറ്റ് ആൻസർ, ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ ഈ മോളെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യട്ടെ. കേൾക്കാമോ? കുറച്ച് മിമിക്രി ആവാം. റെഡി അല്ലേ? എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരു പക്ഷേ 1 കോടി ക്ലിപ്പിലേക്ക് ഒരു കൈയിടൂ. ഗംഭീരം. മോളെ പേര് പറഞ്ഞേ, പേര് പറയൂ. രിഷ്ണ ഗംഭീരമായിട്ട് പാടും. കൊഞ്ചില്ലേ കൊഞ്ചില്ലേ പെണ്ണിലെ പാട്ട് തുടങ്ങിക്കോ. മ്യൂസിക് പോട്ടെ. റെഡി? ഗംഭീരം. റെഡി. മോളെ റെഡി അല്ലേ? പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ക്ലൗഡ് വ്യൂ മനോഹരമായിട്ടുള്ള ഈ ഒരു സയൻസ് സന്ധ്യ ഗംഭീരമാക്കുവാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യണം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശബ്ദം അവതരിപ്പിച്ചിട്ടുണ്ട് വേങ്ങരയിൽ. ഇപ്പോൾ ഒരു ഡിന്നർ സെറ്റ് എനിക്ക് സമ്മാനമായിട്ട് തന്നിട്ട് പറഞ്ഞു ഇത് നല്ലതിന് മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഫ്ലവേഴ്സ് കോമഡി ഉത്സവത്തിൻ്റെ വേദിയിൽ 157ാമത്തെ എപ്പിസോഡിൽ ഈ ശബ്ദം ഞാൻ ചെയ്തിട്ടുണ്ട്. കുഞ്ഞാലിക്കുടി സാഹിബിലേക്ക് വരാം. ഒന്ന് കേൾക്കുമോ? ഈ ശബ്ദമാണ് എൻ്റെ ശബ്ദം. ഇതിൽ നിന്നും നമുക്ക് കുഞ്ഞാപ്പയിലേക്ക് എങ്ങനെ മാറാം? കേരളത്തിൻ്റെ ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി, ഊർജ്ജസ്വലനായ നമ്മുടെ സ്വന്തം PK കുഞ്ഞാലിക്കുടി സാഹിബ് ഈ വേദിയിൽ വന്ന് സംസാരിക്കുന്നു. ശ്രദ്ധിക്കാം. ഒരു ചെറുതായിട്ടൊരു കൈയ്യടി തരൂ എല്ലാവരും ചേർന്ന്. താങ്ക് യു. അതിപ്പോ ഏതൊരു സ്ഥാപനം വരുമ്പോൾ അവിടെയുള്ള ആളുകളുടെ ഒരു നസീമമായ സ്നേഹം ഇവിടെ കാസർഗോഡ് ഭാഗത്തൊക്കെ വരുമ്പോൾ എത്ര ഗംഭീരമായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നില്ലാണ്. ഇവിടെ ക്ലൗഡ് വ്യൂ എന്നുള്ള ഈ ഒരു സ്ഥാപനം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ഒരുപക്ഷെ ഇത്രയും മനോഹരമായിട്ട് ഈ പാർട്ട്നേഴ്സിന്റെ ഈ ഒരു സ്നേഹം ഇവിടെ കാണാൻ സാധിച്ചു. ഇനി വരാനിരിക്കുന്ന വിവാഹവും സൽക്കാരവും സ്നേഹവും എല്ലാം ഇവിടെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ എല്ലാ രീതിയിലും നിങ്ങളാണ് ഇത് വിജയിപ്പിക്കേണ്ടത്. അപ്പൊ എല്ലാ തരത്തിലും ഈ കണ്ണൂർ സീരത്തിന്റെ പാട്ടൊക്കെ കേട്ടില്ലേ? എത്ര കാലമായിട്ട് എനർജി ആയിട്ട് പാടുന്ന ഒരു പാട്ടുകാരി എന്ന് തന്നെ പറയാം. എല്ലാവർക്കും സ്നേഹം, നന്ദി. അസ്സലാമു അലൈക്കും. താങ്ക് യു. ജീനത്ത പറഞ്ഞൊരു കാര്യം, ശബ്ദം കൊണ്ട് നമ്മൾ അറിയാലോ. ഞങ്ങളുടെ നാട്ടിൽ ജാനുടുത്തി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്, അറിയാവാ? ജാനു തമാശ. 65 വയസ്സ് കഴിഞ്ഞു, തമാശ മാത്രമേ പറയൂ. ജാനുടുത്തിൻ്റെ ഭർത്താവ് കേളപ്പെട്ട ജീനത്തൻ്റെ റിക്വസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ശബ്ദം ഒന്ന് ചെയ്യാം. ഒന്ന് കൈയിടിക്കുമോ? നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇറങ്ങിയ ഒരു ജ്വല്ലറിൻ്റെ പരസ്യത്തിൽ കേട്ടിട്ടുണ്ടാവും ജാനുടുത്തിൻ്റെ ശബ്ദം. അറിയാത്തവർക്ക് ഞാനൊന്ന് പരിചയപ്പെടുത്താം. സോ നിങ്ങളുടെ ഭാഷ പോലെ കാസർഗോഡ് നേരത്തെ കേട്ടില്ലേ? ഇവിടെ LED പ്ലേ ചെയ്തപ്പോൾ എന്ത് ആടെ വന്ന് പോയി എന്തിനെ, അതുപോലെ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു ഭാഷ, നാടൻ ഭാഷ. എങ്ങനെ സംസാരിക്കും? ഈ ശബ്ദത്തിൽ നിന്നും ജാനുടുത്തിലേക്ക് മാറുമ്പോൾ എങ്ങനെ പോകും? ഉയ്യന്റെ മക്കളെ എന്തെന്നാ ഇപ്പം പറയണ്ടേ? ഒന്ന് കൈയടിച്ചേനെ. അന്നും ഇന്നും ഒരേപോലെ കാണുന്ന ഒരു രൂപം കണ്ണൂർ സീനത്ത്. ഒന്ന് കൈയടിച്ചെല്ലാരും. നിങ്ങളെ നാട്ടിൽ എന്നാ പറയാ? മജയാക്കുക. നമ്മളെ നാട്ടിൽ അടിച്ചു പൊളിക്കുക. നിങ്ങളെ നാട്ടിൽ മജയാക്കുക, ഞങ്ങളെ നാട്ടിൽ അടിച്ചു പൊളിക്കുക. അപ്പൊ ജാനുവടുത്തി രണ്ടും ഒരു പാട്ട് പാട്ടെ. ഒന്ന് കൈയടിക്കും എല്ലാവരും. കേൾപ്പോട്ടൻ പിന്നെ വരും. കേൾപ്പോട്ടനെ കൂട്ടിക്കൂടാ. കാരണം എപ്പം നോക്കിയാൽ അടിച്ചാലേ നടപ്പുറത്ത് കുത്തിക്കളി. രണ്ടും ഒരു പാട്ട്. ജാനുവടുത്തി പാട്ട്, കണ്ണൂർ സീനത്തിന്റെ പാട്ട്.
അരികലക്കി ചുട്ടപ്പം മതിയിൽ വരുന്നയ്യപ്പം. അത് കൈയടിക്കാത്ത അങ്ങനെ അരികലക്കി ചുട്ടപ്പം മതിയിൽ വരുന്നയ്യപ്പം മധുരമുള്ള കൽത്തപ്പം മനക വരും ഇടിയപ്പം തിന്നു ഇത് തിന്നു ഇത് തിന്നു എന്നും പറഞ്ഞുകൊണ്ട് കാതർക്കാനെ തീറ്റിക്കുന്ന മുത്തമ്മായി നമ്മുടെ പുന്നാരമായി നമ്മുടെ പഞ്ചാരമായി നമ്മുടെ സീനത്തമ്മായി. താങ്ക് യു. കേളപ്പെണ്ണ ഇനി ഭർത്താവിന്റെ ശബ്ദം കേളപ്പെണ്ണ എങ്ങനെ അറിയാം? ഞാനോ ഇങ്ങോട്ട് പറഞ്ഞേക്ക് മാണ്ടാത്ത വർത്താനം പറയുന്നു കേട്ടോ. താങ്ക് യു. ഒരു ശബ്ദം കൂടി ചെയ്യാം. സൂപ്പർ സൗണ്ട്. ഒരു സൗണ്ട് സിസ്റ്റം ഒരു രക്ഷയില്ല. ഒരു നല്ല കൈഡി കൊടുത്ത ആർക്ക് വേണ്ടി. ഇനി നിങ്ങൾക്ക് ഒരു ശബ്ദം കൂടി ചെയ്തു തരട്ടെ. ആരെന്നറിയാം? നിങ്ങൾക്ക് ചോയ്സ് ചെയ്യാം. അല്ല വേണ്ട. തമിഴകത്തെ മുതലമേച്ചർ അപ്പടി സൊണ്ണ തമിഴ് സൊണ്ണ എവിടെ മുഖ്യമന്ത്രി ആരാ എന്ന് പറഞ്ഞേ? വിജയ് സാർ എഴുതലവതി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിജയ് സാറിന്റെ ശബ്ദം ചെയ്യട്ടെ. ഒന്ന് കൈയടിച്ച് എല്ലാവരും. ഓക്കെ, നമ്മുടെ വിജയ് സാറ് അദ്ദേഹത്തിന്റെ ഒരു ഡിഫറെന്റ് വോയിസ് ചെയ്യാം. സത്യപ്രതിജ്ഞ ചടങ്ങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗവർണർക്ക് സത്യവാങ്മൂലം ചൊല്ലിക്കൊടുക്കുന്നത്. അത് ഒരുപക്ഷെ ഈ ഭരണഘടനയിൽ ഒരു മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും രോഷമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അല്ലെ? ആ ശബ്ദം ചെയ്യാം. ഇത് ഗവർണറാണ്, ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഗവർണറാണ്, മഞ്ജുള ഗവർണർ. ഇത് വിജയ് സാറായിട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ, വിജയ് സാറ് കൈ ഇങ്ങനെ വെക്കുകയാണ്. ഓക്കെ, അപ്പോ വിജയ് സാറ് സംസാരിക്കുകയാണ്. ശ്രദ്ധിക്കുക. എവിടെയും എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടെങ്കിൽ കൈയടിക്കണം. ഓക്കെ അല്ലേ? ഇപ്പൊ വേണ്ട, തുടങ്ങിയിട്ട് റെഡി. ശ്രീ ஜோசப் விஜயன்றனா இந்த தமிழ்நாடுக்காக முதலமைச்சரா கூடியிருக்காங்க. இந்த ஆட்சியில் யார் யார் வந்தாங்க போனாங்க, உங்க கூட சேர்ந்த 30 வருஷமா நேசிக்கு உங்களுக்காக இந்த ஆட்சி. இது என்னுடைய. தேங்க்யூ.